പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അതിനായി യേശു രാജാവ് എന്നെ ഒരിക്കൽ കൂടി അനുവദിച്ചോർത്ത് യേശു രാജാവിന് നന്ദി സ്തുതിയെ സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാം ദാമ്പത്യ തകർച്ചകളെക്കുറിച്ചും ദമ്പതിമാരുടെ ഇടയിലെ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ധാരാളം ആളുകൾ സംസാരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ദാമ്പത്യ പരാജയം, എന്തുകൊണ്ടാണ് കുടുംബ തകർച്ചകൾ, എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ ശിഥിലമാകുന്നത്, പ്രശ്ന കലുഷിതമാകുന്നത്? നമ്മുടെ കത്തോലിക്ക സഭയിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ധാരാളം കമൻറ്റുകളും വാർത്തകളും വരുന്നത് എന്തുകൊണ്ട്? സഭയുടെ തർക്കങ്ങൾ, സഭയുടെ തകർച്ചകൾ, വിശ്വാസത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടങ്ങൾ, കൗദാശിക തലത്തോടുള്ള താല്പര്യമില്ലായ്മ, സഭയോടോ വൈദികരോടോ ഇഷ്ടമില്ലാത്ത അവസ്ഥ, ക്രിസ്തുവിനോടോ ആരാധനയോടോ താല്പര്യമില്ലാത്ത അവസ്ഥ, ദാമ്പത്യത്തോട് തീരെ ഇഷ്ടമില്ലാത്തത്, അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ അടിച്ചു പിരിയുന്നത്, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നകലുഷിതമായ ദാമ്പത്യ ജീവിതം, പ്രശ്നകലുഷിതമായ സഭാതർക്കങ്ങൾ എല്ലാം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് 2016 കാലഘട്ടങ്ങളിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തലുകൾ. സർവശക്തനായ യേശുനാഥൻ രാത്രി കാലങ്ങളിൽ ഈശോയുടെ സംസാരങ്ങൾ കേൾക്കുക, ടെലിവിഷനിൽ കാണുന്നത് പോലെ തന്നെ കാണുക, ശബ്ദങ്ങൾ കേൾക്കുക, സംസാരിക്കുക, ഞാൻ തിരിച്ചു മറുപടി പറയുക, അങ്ങനെയൊക്കെയുള്ളൊരു ദർശന വരമല്ല, ദർശനത്തിൽ കൂടെ കർത്താവ് സംസാരിക്കുകയും അതിൽ നിന്ന് കിട്ടിയ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിലും വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലുമാണ് എൻ്റെ ക്ലാസ്സുകൾ, എൻ്റെ പ്രഭാഷണങ്ങൾ, ബൈബിളുകൾ, സുവിശേഷങ്ങൾ, എൻ്റെ ക്ലാസ്സുകളെല്ലാം എന്ന് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും ഞാൻ പല രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ എഴുതാറുള്ളത്. ഇതൊക്കെ എഴുതി വെച്ച് ഇത് കുറേ കാര്യങ്ങൾ യേശുവിൻ്റെ രണ്ടാമത്തെ വരനെപ്പറ്റി എഴുതി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞൊരു പുസ്തകം. ഇതൊക്കെ ഇപ്പോൾ 300 പേജൊക്കെ ഉള്ള പുസ്തകത്തിൻ്റെ പുസ്തകങ്ങളാണ്. ഇതൊക്കെ എന്താണ് സ്വർഗം, എവിടെയാണ് സ്വർഗം, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്, എന്തിനു കുമ്പസാരിക്കണം, എങ്ങനെ കുമ്പസാരിക്കണം, ആധുനിക സെക്സ് പരിശുദ്ധാത്മാവിൻ്റെ വീക്ഷണത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം. ഇങ്ങനെ കുറേയേറെ പുസ്തകങ്ങളൊക്കെ എഴുതാൻ സാധിച്ചു. പക്ഷേ അതൊന്നും പ്രിൻ്റ് ചെയ്ത് പുസ്തകരൂപത്തിലാവാൻ സാധിച്ചില്ലാണ്. സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നിരവധിയായ പാട്ടുകൾ, ഒരു 10-25 പാട്ടുകളോളം, 2 പാട്ടുകൾ പാടി റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ബാക്കി കുറേയേറെ പാട്ടുകൾ, വളരെ മനോഹരമായ പാട്ടുകൾ, ആർക്കും പാടാനോ എഴുതാനോ ഒക്കെ പറ്റാത്തത്ര വചനഘടനയുള്ള പാട്ടുകൾ എഴുതി വച്ചിട്ടുണ്ട്. അതും നമുക്ക് പുറത്തേക്ക് ഇറക്കാൻ പണമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇറക്കാത്തത്. അതുകൊണ്ട് അങ്ങനെ അതും പിന്നിൽ വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2016 കാലഘട്ടങ്ങളിൽ എനിക്ക് കർത്താവ് തന്ന ഒരു ദർശനമായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിലുണ്ടായ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈശോ എന്നോട് പറഞ്ഞ മറുപടിയുടെ ഒരു പ്രസ്താവനയായിരുന്നു. ഞാൻ ആദ്യമേ ഈ സെക്സ് എന്ന വിഷയത്തെ അധികരിച്ച് ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എനിക്ക് അന്ന് യേശു തന്നൊരു പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ആധുനിക സഭ, കത്തോലിക്ക സഭ സെക്സിനെ കുറിച്ച് ആധികാരികമായി വിശുദ്ധിയോടെ പഠിപ്പിക്കുക, അതും സുവ്യക്തമായിട്ട് പഠിപ്പിക്കുന്നില്ലെങ്കിൽ സാത്താൻ പഠിപ്പിക്കും ഇൻ്റർനെറ്റിലൂടെ എന്നായിരുന്നു 2016 ഒരു പ്രസ്താവനയുടെ ഞാൻ എഴുതി വെക്കും. അങ്ങനെ തന്നെ ആ പുസ്തകത്തിൽ എഴുതി വെച്ചു. അതിനുശേഷം എന്താണ് സെക്സ് എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു ഘടനാപരമായ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഘടനയെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും എന്താണെന്നും വ്യക്തമായി പറഞ്ഞതിനെ പറ്റിയുള്ള ക്ലാസ് ആയിരുന്നു, ഞാൻ പുസ്തകമായിരുന്നു എഴുതി വെച്ചത്. അത് ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഈ ക്ലാസ്സുകൾ തുടങ്ങിയ കാലഘട്ടം മുതൽ ധാരാളം ആളുകൾ കുടുംബ തകർച്ചയെക്കുറിച്ചൊക്കെ എഴുതി ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ളതിൻ്റെ ഉത്തരം അടിസ്ഥാനപരമായി കിടക്കുന്നത് ഇങ്ങനെയാണ്: ആധുനിക സെക്സ് പരിശുദ്ധാത്മാവിൻ വീക്ഷണത്തിൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ ഹെഡിങ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആധുനിക സെക്സ് എന്ന് പറയുമ്പോൾ പഴയ കാലത്തെ സെക്സും ഈ ഇന്നത്തെ കാലത്തെ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പഴയ കാലഘട്ടങ്ങളിൽ സെക്സ് എന്നൊരു വാക്ക് വന്നിട്ടില്ല. അതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഈ വിഷയത്തെ അധികരിച്ച് പഠിപ്പിക്കേണ്ടത്. സെക്സ് എന്ന വാക്ക് തന്നെ ഇംഗ്ലീഷ് പദമാണ് സെക്സ്. ഇംഗ്ലീഷ് രൂപം പ്രാപിക്കുന്നതിന് മുമ്പ്, ഇംഗ്ലീഷ് അതായത് അമേരിക്ക, ലണ്ടൻ ഒക്കെ രൂപം പ്രാപിക്കുന്നത് ഏകദേശം 1000 വർഷങ്ങൾക്കൊക്കെ മുമ്പാണ്.
ഇംഗ്ലീഷ് എന്ന ഭാഷ ലോകത്തിൽ അടിസ്ഥാനപരമായിട്ട് വന്ന കാലഘട്ടത്തിന് ശേഷമാണ് സെക്സ് എന്ന പദം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത് എന്തിനെ വിവക്ഷിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ജനത്തിന് ബോധ്യം വരാൻ തുടങ്ങി. അപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്നതാണ് വിവാഹം. മറ്റൊന്നായിരുന്നു വ്യഭിചാരം. വ്യഭിചാരം എന്ന വാക്കായിരുന്നു അന്നത്തെ കാലം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വ്യഭിചാരം ചെയ്യരുത് ഒരു കൽപ്പനയാണ്, പ്രമാണമാണ്. സീനായ് മലയിൽ സർവശക്തനായ പിതാവായ ദൈവം തൻ്റെ മോശയ്ക്ക് കൽപ്പനകൾ വഴി കൽപ്പന കൊടുത്ത 6ാമത്തെ പ്രമാണമായിരുന്നു വ്യഭിചാരം ചെയ്യരുത് എന്ന്. എന്നാൽ എന്നോട് സർവശക്തനായ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ദർശനങ്ങൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ സെക്സ് എന്ന പദം ഈ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ തുടക്കം പർദീസയിൽ ഹവ്വ ചെയ്ത ഒരു തെറ്റായ നടപടിയായിരുന്നു. ദൈവിക വിശുദ്ധിക്ക് വിരുദ്ധമായി ദൈവം ഭാര്യ ഭർത്താക്കന്മാർക്ക് കൊടുത്ത ആ സ്നേഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ, ദൈവിക വിശുദ്ധിയുടെ, ദൈവിക കാഴ്ചപ്പാടിൻ്റെ, ദൈവിക മഹത്വത്തിൻ്റെ സ്നേഹപ്രകടനമായിരുന്ന ആ പ്രക്രിയയെ സാത്താൻ തട്ടിയെടുക്കുകയും സാത്താൻ സ്വന്തമാക്കുകയും അത് സാത്താൻ്റേതാക്കി മാറ്റുകയും ചെയ്ത് ലോകത്തിന് വിളമ്പിക്കൊടുത്തപ്പോൾ അതിന് അശുദ്ധിയായി, അതിനകത്ത് ഭയങ്കര ഭീകരത, ദുഷ്ടത എല്ലാം വരാൻ തുടങ്ങി. അങ്ങനെ കലഹങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം വരികയും അത് ലോകത്ത് പാകി മുളച്ച് ഒരു വലിയ വടവൃക്ഷമായി ലോകത്ത് മുഴുവൻ നിന്ന് പടർന്നു പന്തലിച്ച് എല്ലാ സഭാവിഭാഗങ്ങളെയും ലോകത്തെയും രാജ്യത്തെയും എല്ലാം കാർന്നു തിന്നുന്ന വ്രണം പോലെ, ക്യാൻസർ പോലെ പടർന്നു പന്തലിച്ച് വിശുദ്ധിയെ, വിശ്വാസത്തെ, ജ്ഞാനത്തെ, വിവേകത്തെ, സത്യസന്ധതയെ, നീതിബോധത്തെ, ഉപവാസത്തെ, പ്രാർത്ഥനയൊക്കെ തകർക്കുവാൻ വേണ്ടി സാത്താൻ തന്നെ ക്രിയേറ്റീവ് ചെയ്തുണ്ടാക്കി വെച്ച ഒരു സംഭവമാണ് ഇന്ന് കാണുന്ന ലോകത്തിലെ രതിവൈകൃതങ്ങൾ അഥവാ ലൈംഗിക ചേഷ്ടകൾ. അതിനെ സംബന്ധിച്ച് ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 23-ാം തിരുവചനം, അവിടെ ഇങ്ങനെ ഒരു വചനം ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട വചനമാണ്. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എനിക്ക് കർത്താവിൻ്റെ ദർശനങ്ങൾ, കാഴ്ചപ്പാടുകളെല്ലാം തന്നിരുന്നത്. ലേവ്യരുടെ പുസ്തകത്തിലാണ് അന്നത്തെ കാര്യങ്ങളെപ്പറ്റി അത് ഇത്ര വ്യക്തമായിട്ട് കർത്താവ് എഴുതുന്നത്. ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് എഴുതിയത്. ലേവ്യരുടെ പുസ്തകം 18:23. അതിൻ്റെ വെളിച്ചത്തിലാണ് ദൈവം എന്നോട് സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്ന് നോക്കിയിട്ട് തന്നെ വരാം. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് കർത്താവ് ആ വചനത്തെ ആധാരമാക്കി കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ലേവ്യരുടെ പുസ്തകം ഞാനത് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ലൈംഗിക വിശുദ്ധി എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ, ബൈബിളിൽ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ലൈംഗിക വിശുദ്ധി എന്നാണ്. സെക്സ് പരമായ കാര്യം എന്നല്ല, സെക്സ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അപ്പം ലൈംഗിക വിശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ ലൈംഗികത എന്ന വാക്കാണ് അവിടെ വരുന്നത്. ലൈംഗികത എന്ന വാക്ക് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ശരിയായ അർത്ഥത്തിൽ വിവാഹത്തെ സംബന്ധിച്ചത് എന്നാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് കർത്താവ് അതിനെപ്പറ്റി ഇവിടെ സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലെ ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് യേശുനാഥൻ എനിക്ക് സന്ദേശങ്ങൾ തന്നത്. അതായത് ആധുനിക ലോകത്തിലെ ഈ ലൈംഗികതയെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ പഠിക്കണം. അതായത് ദൈവിക വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ പഠിച്ചില്ല എങ്കിൽ അതിനകത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിക്കും, ഒരുപാട് പാളിച്ചകൾ സംഭവിക്കും. അതെല്ലാം തെറ്റായ ഒരു സന്ദേശം മനുഷ്യന് കൊടുത്താൽ അത് അതിൽ നിന്നുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നെല്ലാം കർത്താവ് പറഞ്ഞു തന്ന ഭാഗമാണ് ഞാൻ നിങ്ങൾ പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് 50 തലത്തിൽ, 50 രീതിയിൽ, 50 പ്രാവശ്യം ഇതിൻ്റെ സത്യത്തെ അസത്യത്തെ, അല്ലെങ്കിൽ നീതിയെ അനീതിയെ, അല്ലെങ്കിൽ വിവാഹത്തെ അല്ലെങ്കിൽ വ്യഭിചാരത്തെ, അല്ലെങ്കിൽ സെക്സിനെ അഥവാ ലൈംഗികതയെ 50 രീതിയിൽ കർത്താവായ യേശുനാഥൻ സന്ദേശത്തിൽ കൂടെ തന്ന് വിഭജിച്ച് തെളിയിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ 1 എന്ന നമ്പർ ഇട്ടുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ, ഒന്ന് സെക്സിനെ സംബന്ധിച്ചും മറ്റൊന്ന് വിവാഹത്തെ സംബന്ധിച്ചും. അതിന് ഒന്ന് വിവാഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ലൈംഗികതയെ സംബന്ധിച്ചും മറ്റൊന്ന് പറയുമ്പോൾ വ്യഭിചാരത്തെ സംബന്ധിച്ചും. അതിൽ ഒന്ന് വിവാഹത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒന്ന് പ്രാവിനെ സംബന്ധിച്ചും, ലൈംഗികതയെ സെക്സിനെ സംബന്ധിച്ചാണെങ്കിൽ അതിൻ്റെ പാമ്പ് എന്ന സിമ്പിൾ രൂപത്തെ സംബന്ധിച്ചും. ഇങ്ങനെയൊക്കെ നമ്മളിതിനെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിവേകത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പഠിക്കുക തന്നെ വേണം. കാരണം ഇത് ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ നമുക്കറിയാം, ഈ ദൈവിക പദ്ധതിയെ അട്ടിമറിക്കുക, വിവാഹമെന്ന ആ മഹത്വത്തെ സമൂഹത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുക, വിവാഹത്തിൻ്റെ അളവിനെ, എണ്ണത്തെ,
അതിൻ്റെ ആ ആത്മീയ തലത്തെ സഭയിൽ നിന്ന് നീക്കം ചെയ്യാം. എന്നിട്ട് എല്ലാ സംവിധാനങ്ങളും അവസാനം കൊണ്ടെത്തിക്കുന്നത് സെക്സ് എന്ന വിഷയത്തിലേക്കോ വ്യഭിചാരം എന്ന വിഷയത്തിലേക്കോ കൊണ്ടുവന്ന് വെക്കുക. അങ്ങനെ സാത്താൻ തൻ്റെ പദ്ധതി പൂർണ്ണമായിട്ടും വിജയിപ്പിക്കുന്നതിന് വേണ്ടി സാത്താൻ ഇന്ന് ലോകത്തൊരുക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് സെക്സ് എന്ന വാക്ക്. അത് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന് അതെന്താണെന്ന് അറിയേണ്ട ആകാംക്ഷ കൂടും. മറ്റൊന്ന്, അത് പറയുന്ന ആളെ ഒന്ന് ശ്രദ്ധിക്കും. ഇത് ആരാണ് പറയുന്നത്? സുവിശേഷം പറയുന്ന ആളുകൾ സെക്സിനെ കുറിച്ച് സംസാരിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ സുവിശേഷം പറയുന്നതിനൊക്കെ ഈ വിഷയത്തെപ്പറ്റി പറയാൻ എന്താണ് കാരണം? ഇങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റുകൾ, ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് നിക്ഷിപ്തമാണ്. പ്രിയപ്പെട്ടവനെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സുവിശേഷത്തെക്കാൾ ഏറെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ സുവിശേഷം എന്ന് പറയുന്നത് എപ്പോഴാണ് വന്നത്? യേശുക്രിസ്തു വന്ന് ഈ സുവിശേഷം പഠിപ്പിച്ചപ്പോൾ 2000 വർഷമായിട്ടുള്ളൂ സുവിശേഷം ലോകത്ത് വന്നത്. എന്നാൽ സുവിശേഷം വരുന്നതിന് മുമ്പ് പ്രമാണങ്ങൾ, കൽപ്പനകൾ, ദൈവിക പദ്ധതികൾ, ഈ സുവിശേഷം വരുന്നതിന് മുമ്പാണല്ലോ വിവാഹം എന്ന ആദ്യ സംഭവം പർദീസയിൽ സംഭവിക്കുന്നത്. പിതാവായ ദൈവം പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു, അവർക്ക് ഇണയും തുണയുമായിട്ട് 2 പേരെ കൊടുത്തു. എന്നിട്ട് കർത്താവ് പറയാണ്, ഇനിമേൽ നിങ്ങൾ 2 അല്ല ഏക ശരീരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവ് കൊടുത്ത ആ സംഭവത്തെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ അവിടെയാണ് ആദ്യത്തെ ലൈംഗികത അഥവാ സെക്സ് എന്ന് സാത്താൻ കൊണ്ടിരിക്കുകയും ലൈംഗികത അഥവാ വിവാഹം എന്ന വിഷയത്തെ സംബന്ധിച്ച് ദൈവം തൻ്റെ പദ്ധതി ആദ്യമായിട്ട് തുടക്കമിട്ടത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ വന്നപ്പോൾ, പ്രത്യേകിച്ചും പർദീസയുടെ കാലം കഴിഞ്ഞു, ഉൽപ്പത്തിയുടെ കാലം കഴിഞ്ഞു, അത് പുറപ്പാടിലേക്ക് വന്നു, അവിടുന്ന് ലേവ്യരടുത്തേക്ക് വന്നു, നിയമാവർത്തനം വന്നു. ഈ ഭാഗത്തൂടെ എല്ലാം വിശുദ്ധ ഗ്രന്ഥം കടന്നു വരുമ്പോഴെല്ലാം ഈ ലൈംഗിക വിശുദ്ധി അഥവാ വിവാഹത്തിൻ്റെ തകർച്ചകളും വിവാഹത്തിൻ്റെ ശൂന്യതയും വിവാഹത്തിൽ കയറിക്കൂടിയ സെക്സിൻ്റെ പൈശാചികതയും ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അനേകം തവണ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യരെ ശിക്ഷിച്ചിരിക്കുന്നത് ഈ സെക്സ് അഥവാ ലൈംഗികതയെ വിശുദ്ധിയോടെ കാണാത്തതുകൊണ്ടാണ്, വിശുദ്ധിയുടെ രീതിക്ക് ഉപയോഗിക്കാത്തതുകൊണ്ടാണ്, അതിൻ്റെ ജ്ഞാനത്തിൻ്റെ വരം ഉപയോഗിച്ച് അതിനെ ഉപയോഗിക്കുകയും കേൾക്കുകയും ചെയ്യാത്തതുകൊണ്ടാണ്. ഇവിടെ കർത്താവ് എനിക്ക് തന്ന 50 തര പ്രസ്താവനകൾ, 50 തരം ഡിവൈഡേഷൻ, വിഭജനങ്ങൾ, 50 രീതിയിൽ ഇതിനെ നോക്കിക്കാണുവാൻ, 50 നിഗൂഢ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു വലിയ വലിയ രഹസ്യത്തിൻ്റെ ഒരു 50 എണ്ണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറുകളിലോ മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ ഒക്കെ സൂക്ഷിച്ചു വെക്കുകയും ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ശ്രദ്ധിച്ചു പഠിക്കുകയും ചെയ്താൽ ഈ വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം സമൂഹത്തിൽ നിന്ന്, രാഷ്ട്രത്തിൽ നിന്ന് വിവാഹം ഇല്ലാതാവുകയാണ്. അങ്ങനെ വിവാഹം സഭയിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൻ്റെ രാഷ്ട്രത്തിനും ഇല്ലാതെ വരുമ്പോൾ പിന്നെ അവിടെ പടർന്ന് വന്നിച്ച് വരുന്നതാണ് വ്യഭിചാരം അഥവാ സെക്സ്. അവിടെ നമ്മൾ ഇതൊരു ദുരന്തമായിട്ട് ലോകത്തെ ബാധിക്കും. ഇത് വലിയ പൈശാചി തിന്മകളായിട്ട് ഇത് നമ്മുടെ സമൂഹത്തെ ബാധിക്കും. ഇത് വലിയ ദുരന്തങ്ങളും പ്രശ്നകലുഷിതമായി കുടുംബങ്ങളെ ബാധിക്കും, സഭയെ ബാധിക്കും. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, ആദ്യമായിട്ട് ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് വിവാഹം വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികമായ കാര്യങ്ങൾ, വിവാഹത്തെ സംബന്ധിച്ച കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യം പറയുന്നത് വിവാഹത്തെ സംബന്ധിച്ചുകൊണ്ടാണ്. അതായത് ദൈവിക വിശുദ്ധി, ദൈവിക പദ്ധതികൾ വിവാഹം എന്നതിനെ ആശ്രയിച്ചാണ് വരുന്നത്. അതിൻ്റെ തന്നെ രണ്ടാമത്തെ തലം പറയുമ്പോൾ അതെല്ലാം സെക്സ് അഥവാ വ്യഭിചാരം എന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. ഒന്ന് വൈവാഹികമാണ് അഥവാ വിവാഹ സംബന്ധമാണ്. എന്നാൽ സെക്സ് എന്ന് പറയുന്നത് സാമൂഹികമാണ്. ഓരോ പ്രസ്താവന തന്നിട്ട് ഞാൻ പിന്നീട് അതിൻ്റെ 50 എണ്ണം പറഞ്ഞു കഴിഞ്ഞ ശേഷം നിങ്ങൾക്കതിൻ്റെ അല്പം ഡീറ്റെയിൽ ആയിട്ട് തരാം. ഈ പ്രസ്താവനകൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ്. 2, വിവാഹം രഹസ്യമാണ്. എന്നാൽ സെക്സ് അഥവാ വ്യഭിചാരം പരസ്യമാണ്. അത് പരസ്യപ്പെട്ടാലും കുഴപ്പമില്ല, പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 3, ദമ്പതികൾക്കുള്ളതാണ്. എന്നാൽ സെക്സ് അഥവാ വ്യഭിചാരം എന്നത് വിൽപ്പന വസ്തുവാണ്, കച്ചവടമാണ് അതിനകത്തുള്ളത്. 4, വിവാഹം എന്നത് ദൈവിക പദ്ധതിയാണ്, ദൈവികമാണ്. എന്നാൽ സെക്സ് എന്ന രീതിയിൽ വിവാഹത്തിൻ്റെ ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അത് പൈശാചികമാണ്, പിശാചിൻ്റെതാണ്. 5, സഭാപരമാണ്. അത് സെക്സ് എന്ന് പറയുന്നത് മാഫിയകളുടെ കൂട്ടമാണ്, മാഫിയകൾക്കുള്ളതാണ്. 6, വൈശിഷ്ട്യമാർന്നതാണ്. വിവാഹം വിശിഷ്ടമാണ്. എന്നാൽ അതേ തലത്തിൽ 6ാമത്തെ നമ്പർ എതിർ ശക്തി വ്യഭിചാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ദുഷ്ടത നിറഞ്ഞതാണ്. 7, വചനമാണ്.
ക്ഷമിക്കണം, ഏഴാമത്തേത് പാവനമാണ്. പാവനമാണ്, മഹത്വമുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണ് എന്നുള്ളതാണ്. പാവനമാണ്. എന്നാൽ സെക്സ് എപ്പോഴും ദുരന്തമാണ്, ഒരു പ്രശ്നകലുഷിതമാണ്. എട്ടാമത്തെ അതിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് അത് ദമ്പതികൾ, ഭാര്യ ഭർത്താവ് രണ്ടുപേർ ചേർന്ന ദമ്പതികൾക്കുള്ളതാണ്. വിവാഹം ദമ്പതികൾക്കുള്ളതാണ്. എന്നാൽ സെക്സിൻ്റെ തലത്തിൽ വരുമ്പോൾ ഒന്നിലധികം ആളുകൾക്കുള്ളതാണ്. ഇവിടെ അതിൻ്റെ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീട് അല്പം വിശദമായിട്ട് ഇതിൻ്റെ പ്രസ്താവന വിശദീകരണം ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് തരാം. ഇതിൻ്റെ ആദ്യത്തെ പ്രസ്താവന ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചപ്പോൾ ആദ്യത്തെ പ്രസ്താവനയുടെ ഹെഡിങ് പോലുള്ള ഭാഗമാണ് ഞാൻ പറയുന്നത്. അടുത്ത 9, വിവാഹം അഥവാ ലൈംഗികത എപ്പോഴും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. എന്നാൽ സെക്സ് എപ്പോഴും ക്രൂരമാണ്. ക്രൂരതയുടെ പര്യായമാണ് സെക്സ്. 10, സത്യസന്ധമാണ്. വിവാഹം എപ്പോഴും സത്യസന്ധം. ഭാര്യ ഭർത്താവ് അതിൻ്റെ ദമ്പതികൾ അങ്ങനെ അതെപ്പോഴും സത്യസന്ധമാണ്, സത്യത്തെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ സെക്സ് എപ്പോഴും എന്താണ്? ചതിയാണ്. അതിനകത്ത് ചതിയാണുള്ളത്. 11, ഇണകൾക്കുള്ളതാണ്. ലൈംഗികത വിവാഹം എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഇണകൾക്കുള്ളതാണ്. എന്നാൽ സെക്സിൽ എപ്പോഴും എന്താണ്? തർക്കങ്ങൾക്കുള്ളതാണ്. തർക്കങ്ങൾ, പിണക്കം, പ്രശ്നങ്ങൾ, തർക്കം. 12, വിവാഹം എപ്പോഴും കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു കുഞ്ഞിൻ്റെ ഉൽപ്പാദനം, ഒരു ദൈവിക മഹത്വം പ്രചരിപ്പിക്കുന്ന വംശപാരമ്പര്യം, വംശം, വംശീയത, സന്തതി പരമ്പര. അതുകൊണ്ടാണ് കുഞ്ഞ് ജനിക്കാനുള്ളതാണ് വിവാഹം അഥവാ ലൈംഗികത. എന്നാൽ സെക്സ് എപ്പോഴും നാശം വിധിക്കാനുള്ളതാണ്. ഒരിടത്ത് ജനിക്കുന്നു, മറ്റുള്ളിടത്ത് നശിക്കുന്നു. സെക്സിലൂടെ എപ്പോഴും നാശമാണ് സംഭവിക്കുക. ലൈംഗികത കുടുംബജീവിതത്തിൽ എപ്പോഴും ജനിക്കുക, ജന്മം കൊള്ളുക, അതാണ് കുഞ്ഞിരിക്കുക, മറ്റുള്ളത് നാശം വിധിക്കും. അടുത്ത് 13, കൗതാശികമാണ്. വിവാഹം എപ്പോഴും കുദാശപരമാണ്, കൗതാശികമാണ്, വിശുദ്ധമാണ്. എന്നാൽ അത് സെക്സ് സംബന്ധമായി ചിന്തിക്കുമ്പോൾ വേശ്യാത്രമാണ്, എന്ന് പറഞ്ഞാൽ അശുദ്ധമാണ്, അശുദ്ധിയുടെ തലങ്ങളാണ് അത്. 14, ലൈംഗികത അഥവാ ഭാര്യ ഭർത്താവ് തമ്മിലുള്ളത് എപ്പോഴും വിവാഹം എന്നാണ് എൻ്റെ പേര് പറയുക. വിവാഹത്തിൽ അധിഷ്ഠിതമാണ്. വിവാഹത്തിൻ്റെ പേര് അതിനകത്തുണ്ട്. എന്നാൽ അതേ സംഭവം തന്നെ സെക്സിനെ കണക്ക് കൂട്ടി കഴിയുമ്പോൾ അതെപ്പോഴും തന്നെ വ്യഭിചാരം എന്നാണ് എൻ്റെ പേര്. ഒന്നിന് വിവാഹം എന്നാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ എതിർ ഭാഗം വരുന്നത് സെക്സ് അടിസ്ഥാനം ചിന്തിക്കുമ്പോൾ അത് വ്യഭിചാരമാണ്. അടുത്ത 15, ലൈംഗികത എപ്പോഴും ആനന്ദകരമാണ്. എന്നാൽ സെക്സിൽ എപ്പോഴും ദുഃഖമാണ് ഉണ്ടാവുക. 16, വിവാഹം അഥവാ ലൈംഗികത എപ്പോഴും വിജയമാണ്. എന്നാൽ സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊരു മനുഷ്യൻ എന്ത് സംഭവിച്ചാലും അതെപ്പോഴും പരാജയമാണ്. വിവാഹം വിജയമാണ്, ആ വിജയത്തിൽ അധിഷ്ഠിതമാണ്. എന്നാൽ സെക്സ് എപ്പോഴും പരാജയമാണ്. അടുത്ത് 17, ലൈംഗികത അഥവാ വിവാഹത്തിന് എപ്പോഴും മഹോന്നതമാണ്, ഒരു ഉന്നത സ്ഥാനമുണ്ട്, അതിന് ദൈവിക മഹത്വമുണ്ട്. എന്നാൽ സെക്സിനെ സംബന്ധിച്ച കാര്യം ചിന്തിക്കുമ്പോൾ എപ്പോഴും വിനാശമാണ്. എപ്പോഴും അതിലൂടെ ഒരുപാട് തകർച്ചകൾ, ഒരുപാട് വിനാശം, നാശമല്ലാതെ മറ്റൊന്നുമില്ല, അവിടെ വിജയമില്ല. അടുത്തത് വിവാഹം അഥവാ ലൈംഗികത സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിശുദ്ധമാണ്. 18ാമത്തെ പ്രസ്ഥാനം വിശുദ്ധം. വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ, വിശുദ്ധിയുടെ മാനദണ്ഡം, വിശുദ്ധിയുടെ തത്വസംഹിതകളിൽ ചേർന്നാണ് ലൈംഗികത അഥവാ വിവാഹം. എന്നാൽ സെക്സിനെ സംബന്ധിച്ചപ്പോൾ അശുദ്ധമാണ്. ഒരുപാട് അശുദ്ധിയുടെ പ്രവൃത്തികൾ, ചിന്തകളെല്ലാം അതിനകത്തുണ്ട്, അശുദ്ധമാണ്. 19, വിവാഹം എപ്പോഴും ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൽ നിന്നാണ് വിവാഹം ഉണ്ടാകുന്നത്. ദൈവിക പദ്ധതിയുടെ അടിസ്ഥാനം ദൈവികമാണ്. എന്നാൽ സെക്സ് എപ്പോഴും സാത്താൻ്റെതാണ്, പൈശാചികമാണ്. സാത്താനാണ് അത് തരുന്നതും അത് ഉൽപ്പാദിപ്പിക്കുന്നതും പ്രൊഡക്റ്റ് ചെയ്യുന്നതും. അടുത്ത 20, വിവാഹം എപ്പോഴും പക്വതയാണെന്നാണ്. പക്വത, വിവാഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈംഗികത എന്ന വാക്ക് ഉപയോഗിച്ച് തന്നെ അത് പക്വതയാണ്. എന്നാൽ സെക്സിനെ സംബന്ധിച്ചുള്ളത് പക്വമല്ല, ആസക്തി നിറഞ്ഞതാണ്. ആസക്തിയാണ് അതിൻ്റെ പിന്നിലെ അടിസ്ഥാന ഘടകം. അടുത്ത 21, ലൈംഗികത അഥവാ വിവാഹം എപ്പോഴും രാജ്യങ്ങൾ അംഗീകരിക്കുന്നു. എല്ലാ രാജ്യങ്ങളും ഭരണഘടനകളും രാഷ്ട്രങ്ങളും വിവാഹത്തെ അംഗീകരിക്കുന്നു. എന്നാൽ സെക്സിനെ രാജ്യങ്ങൾ നിരാകരിക്കുന്നു. നമുക്ക് സെക്സ് റാക്കറ്റുകൾ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? സെക്സിൻ്റെ പരിപാടികൾ, സെക്സിൻ്റെ വ്യവസായം തുടങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ലൈംഗികത അഥവാ വിവാഹം രാജ്യങ്ങൾ അംഗീകരിക്കുന്നു,
സെക്സ് രാഷ്ട്രങ്ങൾ നിരാകരിക്കുന്നു. അടുത്ത 22, രാജ്യങ്ങൾ നിലനിൽക്കുന്നു. ലൈംഗികത അഥവാ വിവാഹത്തിലൂടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, വംശപരമ്പര ഉണ്ടാകുന്നു. അപ്പോൾ ഓരോ രാഷ്ട്രങ്ങൾ പോലും നിലനിൽക്കുന്നതും രാഷ്ട്രങ്ങൾ ജന്മം കൊള്ളുന്നതും എങ്ങനെയാണ്? വിവാഹത്തിൽ നിന്നാണ്. എന്നാൽ സെക്സിലൂടെ രാജ്യങ്ങൾ നശിക്കുകയാണ്. രാജ്യങ്ങൾക്ക് പോലും തകർച്ച ഉണ്ടാകുന്നത് സെക്സിൽ കൂടെയാണ്. അടുത്ത 23, ജീവദായകമാണ്. ജീവൻ തരുന്നത്, ആശ്വാസം തരുന്നത്, അതായത് ലൈംഗികത അഥവാ വിവാഹം എപ്പോഴും ആശ്വാസം തരുന്നു, സന്തോഷം തരുന്നു, ഒരു ആനന്ദം തരുന്നു, മഹത്വം തരുന്നു, ദൈവിക പദ്ധതി അടിസ്ഥാനമാണ്. എന്നാൽ സെക്സിൽ എപ്പോഴും എന്താണ്? മരണമാണ്. സെക്സ് എപ്പോഴും മരണത്തിൽ അവസാനിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം, വാർത്തകൾ കേൾക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തുമാത്രം കൊലപാതകങ്ങൾ ഇതോടെ സംബന്ധിച്ച് വരും, വ്യഭിചാരങ്ങളും കൊലപാതകങ്ങളും. അപ്പോൾ ജീവദായകമാണ്, മറ്റേത് മരണമാണ്. പിന്നെ അടുത്ത 24, വിവാഹം എപ്പോഴും വിജയമാണ്, വിജയം തരും. ഒരിക്കലും വിവാഹം തോറ്റ ചരിത്രമില്ല, തോൽക്കുകയില്ല. വിവാഹം എന്ന കൂതാശയും വിവാഹത്തിലൂടെയാണ് ഈ ലോകത്തുണ്ടായിരിക്കുന്ന ജനകൂടികൾ, രാഷ്ട്രങ്ങൾ, ഭാഷകൾ എല്ലാം വിജയമാണ്. ഓരോ ഇപ്പോൾ അമേരിക്ക എന്ന രാഷ്ട്രം വിജയിച്ചു, ഇന്ത്യ എന്ന രാഷ്ട്രം വിജയിച്ചുകൊണ്ടിരിക്കുന്നു, യൂറോപ്പ് രാഷ്ട്രം, എല്ലാ അടിസ്ഥാനം വിജയമാണ് വിവാഹത്തിൽ നിന്നാണ്. എന്നാലോ ആ വിജയത്തിന് പകരം സെക്സിലൂടെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? പരാജയം. സെക്സ് രാഷ്ട്രങ്ങളൊക്കെ പരാജയപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. അടുത്ത 25, രക്ഷാകവചമാണ്. ലൈംഗികത അഥവാ വിവാഹം എന്ന് പറയുന്നത് രക്ഷാകവചമാണ്, രക്ഷ തരുന്നതാണ്. ഒരു സമൂഹത്തിന് രക്ഷ തരുന്നത്, ഒരു രാഷ്ട്രം തരുന്നത് എപ്പോഴും, രക്ഷ തരുന്നത് എപ്പോഴും വിവാഹമാണ്. എന്നാൽ സെക്സിലൂടെ എപ്പോഴും ശിക്ഷയാണ് വരുന്നത്, രക്ഷയില്ല. അവിടെ എപ്പോഴും ശിക്ഷയുടെ ബലാത്സംഗം ചെയ്തയാളെ കോടതി വിധിച്ചു, ശിക്ഷയാണ്. അല്ലെങ്കിൽ ആൾക്കാർ കൂടി തല്ലി, ശിക്ഷയാണ്. അങ്ങനെ 25 പ്രസ്താവന ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ബാക്കി 25 പ്രസ്താവനകൾ തരുന്നത്. ഇങ്ങനെ ഇതിൻ്റെ ആത്മീയ തലത്തെ ദൈവത്തിൻ്റെ ആത്മാവ് വിഭജിച്ച് പ്രസ്താവനയിലൂടെ എനിക്ക് തന്നത് ആ കാലഘട്ടം 2016 കാലഘട്ടങ്ങളിൽ എഴുതി വെച്ച ആ പുസ്തകം അതേപിടി ഞാൻ ഇപ്പോൾ എഴുതിയുണ്ടാക്കിയതല്ല, അതേപിടി അന്ന് കിട്ടിയ ഓർഡർ അനുസരിച്ച് പ്രിയപ്പെട്ട ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അന്ന് തന്ന പുസ്തകത്തിൻ്റെ പേര് തന്നെ ആധുനിക സെക്സ് പരിശുദ്ധാത്മൻ്റെ വീക്ഷണത്തിൽ എന്നാണ്. അപ്പോൾ ആ വീക്ഷണം സെക്സിനെ ഏത് രീതിയിൽ വീക്ഷിക്കണം? സെക്സിനെ വ്യഭിചാരമായിട്ട് കണ്ടും, വിവാഹത്തെ വിജയമായിട്ട് കണ്ടും, വിശുദ്ധിയുടെ തലങ്ങളായിട്ട് കണ്ടും, ഇതിനെ വിഭജിച്ച് മനുഷ്യ സമൂഹം, മനുഷ്യകുലം ഇനിയും കാണുന്നില്ല എങ്കിൽ, അതായത് സെക്സിനെ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു, വിവാഹം എന്ന സത്യത്തെ സെക്സിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നു, അങ്ങനെ രണ്ടും കൂടി കൂട്ടി മിക്സ് ചെയ്യും. അങ്ങനെ ആ മിക്സിങ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന് പാപിൻ്റെ ദുരാത്മാവും മറ്റൊന്ന് പ്രാവിൻ്റെ ദുരാത്മാവുമാണ് എടുത്തു വരുന്നത്. പ്രാവെന്ന വിവാഹത്തിൽ പ്രാവാണുള്ളത്. പ്രാവെന്ന നിഷ്കളങ്കത, വിശുദ്ധി, വിവേകത്തിൻ്റെ, സത്യസന്ധയുടെ, വെളുത്ത കളറിൻ്റെ, വിശുദ്ധിയുടെ, ശക്തിയുടെ, സ്നേഹത്തിൻ്റെ, സഹോദരത്തിൻ്റെ ഒക്കെ സിമ്പലാണ് പ്രാവ്. എന്നാൽ പാമ്പ് വിഴുങ്ങുക, ഭോഗിക്കുക. അതാണ് പാമ്പിന് 2 ചുമതലയുള്ളൂ: നശിപ്പിക്കുക, വിഴുങ്ങുക. അപ്പോൾ പ്രാവിനെ കണ്ടാൽ പാമ്പ് വിഴുങ്ങും. പാമ്പിൻ്റെ അടുത്ത് പൊരുതി നിൽക്കാൻ പറ്റുകയില്ല. കാരണം ഒരു കുഞ്ഞു ജീവിയാണ്, എളിമയുള്ള ജീവിയാണ്, വിശുദ്ധിയുള്ള ജീവിയാണ്. അപ്പോൾ പാമ്പ് കയറി പിടിച്ചു കഴിഞ്ഞാൽ പ്രാവിന് രക്ഷയില്ല. അങ്ങനെ വരുമ്പോൾ പ്രാവ് എന്ത് ചെയ്യും? അകലും. അതുകൊണ്ടാണ് സെക്സും വിവാഹവും തമ്മിൽ പൊരുത്തപ്പെടാതെ പോകുന്നത്. വിവാഹത്തിൽ സെക്സിൽ വിവാഹമോ വന്നാൽ അതിന് കുടുംബക്കലഹമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആ വ്യക്തികളുടെ തകർച്ചയെന്നോ കുടുംബത്തിൻ്റെ സമൂഹത്തിന് വരെ തകർച്ചയെന്നോ പ്രശ്നകലുഷിതമായ ജീവിതമെന്നോ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിൻ്റെ ഓരോ കാര്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പ്രസ്താവനാപൂർവം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ സാമ്പത്തികം ആയിട്ടുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെ പുസ്തകമായിട്ട് ഇന്നത്തെ ആധുനിക തലമുറയ്ക്ക് കത്തോലിക്ക സഭയ്ക്ക് ഒരു സെക്സ് പുസ്തകം എന്ന് ഞാൻ എൻ്റെ അടിയിൽ വേറൊരു ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ട്. സഭ, അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത്, സഭ സെക്സിനെ സംബന്ധിച്ച് സുവ്യക്തമായ പഠനങ്ങൾ ധ്യാനങ്ങളിലും ക്ലാസ്സുകളിലും കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ ആര് പഠിപ്പിക്കും? സാത്താൻ പഠിപ്പിക്കുക ഇൻ്റർനെറ്റിലൂടെ. അതിലിപ്പോൾ സംഭവിക്കുന്നത് അതിൻ്റെയോ പരാജയമോ ചെറിയ പരാജയമല്ലോ അടിച്ച് പിരിയുവാണ് മനുഷ്യൻ. കുടുംബ തകർച്ചകൾ, സാമൂഹ്യ തകർച്ചകൾ, ബന്ധങ്ങളുടെ തകർച്ചകൾ, കൂതാശകളിൽ നിന്ന് അകന്നുപോക്ക്, വിശ്വാസം വിശുദ്ധി നഷ്ടപ്പെട്ട അവസ്ഥ, കൊടിയ നിരാശ, ആത്മഹത്യാ പ്രവണത, വ്യഭിചാര ആസക്തി, വ്യഭിചാരം ചെയ്യാനുള്ള താല്പര്യം, അതിനുവേണ്ടി മുടക്കുന്ന പണം, അതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന അവസ്ഥ, ഇങ്ങനെ എല്ലാ വിധത്തിലും സെക്സിൻ്റെ ആസ്വാദനം അല്ലെങ്കിൽ ഇഷ്ടം എന്ന് പറയുന്നത് നാശത്തിൻ്റെ, തകർച്ചയുടെ, പ്രത്യേകിച്ചും സർവശക്തനായ ദൈവം സ്ത്രീയെയും പുരുഷനെയും ഭാര്യ ഭർത്താക്കന്മാരായി
കർത്താവ് യോജിപ്പിക്കുകയും അതിനെ ആശീർവദിക്കുകയും ചെയ്തപ്പോൾ അത് ലോകരാഷ്ട്രങ്ങളും സമൂഹവും ലോകം മുഴുവൻ ഒരു നിയമമായിട്ട് അംഗീകരിച്ചു. ആ അംഗീകരിച്ചതുകൊണ്ടാണ് രാഷ്ട്രങ്ങൾ വളർന്നത്, രാജ്യങ്ങൾ നിലനിൽക്കുന്നത്. അത് നമുക്കറിയുന്ന ഒരു സെക്സ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുമോ? സെക്സ് ചെയ്യാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് വേണം പറഞ്ഞാൽ എവിടെ പള്ളി ചെന്ന് ചോദിച്ചാലോ മാർക്കറ്റിൽ ചോദിച്ചാലോ ഗവൺമെൻറ് ഓഫീസിൽ ചെന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് സെക്സ് ചെയ്യാൻ ഒരു സർട്ടിഫിക്കറ്റ് വേണം പറഞ്ഞാൽ നമുക്ക് കിട്ടുമോ? അവർ തരുമോ? ഇല്ല, കാരണം തെറ്റാണെന്ന് അവർക്കറിയാം. എന്നാൽ ഞങ്ങൾ വിവാഹത്തിലാണ്, ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് പള്ളി ചെന്ന് ചോദിച്ചാൽ അന്നേരം വിവാഹം ഇന്ന വർഷം വിവാഹം കഴിച്ചു, അവർ രണ്ടുപേര് ഇന്ന സമയത്ത് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടും. അത് പഞ്ചായത്തിൽ പോയാൽ സർട്ടിഫിക്കറ്റ് കിട്ടും, വിവാഹം കഴിച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. വില്ലേജ് ഓഫീസിൽ കഴിഞ്ഞാൽ അവർ സാക്ഷ്യപ്പെടുത്തും അല്ലേ. നമ്മൾ വിദേശത്തേക്ക് പോകുന്ന നേരത്തെ പാസ്പോർട്ടിലാണെങ്കിലും മാരീഡാണ് എന്ന് സർട്ടിഫിക്കറ്റ് അവിടെ ഞാൻ സെക്സ് ചെയ്ത ആളാകുമ്പോൾ വെച്ചിട്ട് പാസ്പോർട്ടിൽ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് കയറി പോകാൻ പറ്റുമോ? എന്തുകൊണ്ടാണത്? സെക്സിന് മൂല്യമില്ല, പ്രാധാന്യമില്ല. അത് ദൈവിക പദ്ധതിയല്ല, അത് സാമൂഹ്യ തിന്മയാണ്, സാമൂഹ്യ ദുഷ്ടതയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ വിഷയത്തെ ആധികാരികമായിട്ട് വളരെ, അതാണ് ഞാൻ പറയുന്നത്, സുവ്യക്തമായിട്ട് പഠിപ്പിക്കണം. ഒന്നെങ്കിൽ സഭ സുവ്യക്തമായിട്ട് പഠിപ്പിക്കണം, അല്ലെങ്കിൽ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഈ വിഷയത്തിൽ അവഗാഹമുള്ള, പാണ്ഡിത്യമുള്ള, ജ്ഞാനത്തിൻ്റെ വരമുള്ള ആളുകൾ ഇതിൻ്റെ നിഗൂഢ സത്യങ്ങളെ വിവേചിച്ച് പഠിച്ച് ജനത്തിന്, സമൂഹത്തിന് കൊടുത്തില്ല എങ്കിൽ അതിൻ്റെ തകർച്ച വലിയ തകർച്ചയാണ്. ഇത് നമ്മൾ ചെറിയ രീതിയിലൊന്നും കണ്ടാൽ മനസ്സിലാവില്ലത്. ഇതൊക്കെ സഭയെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചും രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും ആ തകർച്ചയുടെ, ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് ആ തകർച്ച എന്താണെന്ന് മനസ്സിലാവും. ഇപ്പോൾ ലണ്ടനിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു വാർത്തയിൽ 73,000 പട്ടാളക്കാരെ ലണ്ടന് ബ്രിട്ടീഷുകാർക്കുള്ളൂ എന്നാണ് പറയുന്നത്. 73,000 ആൾക്കാർ പട്ടാളക്കാരുള്ളൂ എന്ന് കേൾക്കുക. അവർ തന്ന വാർത്ത ശരിയോ തെറ്റോ നമുക്കറിയില്ല. എന്നാൽ മറ്റുള്ള ലോകരാഷ്ട്രങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് പട്ടാളക്കാരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ പട്ടാളക്കാരിത്വം കുറഞ്ഞു പോയത്? അവിടുത്തെ ജനസംഖ്യ കുറഞ്ഞു പോയി. അവർ സെക്സ് ആസ്വാദനത്തിന് പ്രാധാന്യം കൊടുത്തു, കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്തില്ല. ഒരു കുട്ടികൾ പോലും ഉണ്ടാകാത്ത അവസ്ഥയുണ്ട്, ഒരു കുട്ടികൾ മാത്രമുള്ള ദമ്പതികളുണ്ട്, ഒരു കുട്ടികളും ഇല്ലാത്തവരുണ്ട്, ഇനി വിവാഹം കഴിക്കാത്തവരുണ്ട്. അപ്പോൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ദൈവിക പദ്ധതി അവിടെ നടക്കാതെ വന്നപ്പോൾ അവിടെ ശുഷ്കവും ശൂന്യമായ ഒരു ജനതതി ഒരു രാജ്യത്ത് രൂപപ്പെട്ടു. അതോടെ ആ രാജ്യം തകർന്നു. എന്നാൽ നമുക്കറിയാം സൗദി അറേബ്യ, മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ നിർത്തി നോക്കി, അവർ ലോകരാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശക്തമായ രാഷ്ട്രങ്ങളായിട്ട് മാറി. ജനസമ്പത്ത് ഇപ്പോൾ ഇന്ത്യ തന്നെ 140 കോടി വരുന്ന ജനം. അപ്പോൾ ഇന്ത്യയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമ്പത്ത് പറയുന്നത് ഈ ഇന്ത്യയുടെ സമ്പത്ത് എന്താണ്? ജനങ്ങളാണ്, ജനസമ്പത്താണ്. ജനസമ്പത്തിന് അപ്പുറത്തേക്ക് ഒരു സമ്പത്ത് ഒരു രാഷ്ട്രത്തിനുമില്ല. ജനശക്തി, ജനമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്തിൽ നിന്നാണ് ലക്ഷക്കണക്കിന് പട്ടാളക്കാർ, ലക്ഷക്കണക്കിന് ജോലിക്കാർ, വ്യവസായ പ്രമുഖർ ഉണ്ടാകുന്നത്. ഒരു രാജ്യത്തിൻ്റെ മൂല്യശോഷണം എന്ന് പറയുന്നത് അവിടെ സെക്സിന് പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രങ്ങൾ നശിക്കും എന്നുള്ളൊരു തെളിവാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അന്ന് നമുക്കറിയാതെ ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്ക് പോലും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വ്ളാഡിമിർ പുടിൻ പറഞ്ഞ എന്താണ്? ഇവിടെ ജനസംഖ്യ കുറഞ്ഞു പോകുന്നു, അതുകൊണ്ട് എല്ലാവരും വിവാഹം കഴിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്താണ്? അവന് ബോധ്യമായി സെക്സിലൂടെ വഴിയിലൂടെയല്ല പോകേണ്ടത്, സെക്സ് വ്യഭിചാരമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഓരോ പ്രസ്താവന നമ്മൾ ശ്രദ്ധിച്ചറിയാം. സെക്സ് പരാജയമാണ്, സെക്സ് രഹസ്യമാണ്, സെക്സ് അല്ല, സെക്സ് പരസ്യമാണ്. പരസ്യമായി കഴിയുമ്പോൾ പ്രശ്നങ്ങളായി. എന്നാൽ വിവാഹമോ അതൊരു രഹസ്യമാണ്. ദൈവം ഒരുക്കുന്ന ഒരു രഹസ്യമാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹത്തിന് അതിൻ്റെ മൂല്യമുണ്ട്, പക്വതയുണ്ട്. എല്ലാം ഞാൻ പ്രസ്താവന പറയുന്നുണ്ട്. പക്വതയുണ്ട്, മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, സർക്കാർ അംഗീകൃതമാണ്, സാമൂഹ്യ അംഗീകൃതമാണ്, അത് ദൈവിക നിയമങ്ങൾക്ക് വിധേയമാണ്, ദൈവിക പദ്ധതിയാണ്, പ്രപഞ്ചം മൂലം അംഗീകരിക്കുന്നു, അതിന് സർട്ടിഫൈഡ് ആണ്, അതിനകത്ത് പക്വതയുണ്ട്, എല്ലാം ഉണ്ട്. അതിന് നേരെ എതിർഭാഗമാണ് സെക്സ് വരുന്നത്. അപ്പോൾ സെക്സ് കൊണ്ട് ലോകം നിറഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സെക്സിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുന്ന ദമ്പതികളോ വ്യക്തികളോ കൗതാശിക തലത്തിൽ അംഗീകരിക്കുന്നവരോ ഇത് കാണുകയോ കേൾക്കുകയോ ഉപയോഗിക്കുകയോ പണം മുടക്കുകയോ ചെയ്യുന്നവരൊക്കെ ആരെങ്കിലും അവിടെ സാക്ഷാൽ പരാജയം, സാക്ഷാൽ തോൽവി, സാക്ഷാൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും എന്നാണ്. അതിൻ്റെ പിന്നാലെയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ ശിക്ഷ. നമുക്കറിയാം സൊദോം ഗൊമോറ രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ കർത്താവ് പിന്നെ തീരുമാനിക്കുന്ന ഈ നഗരങ്ങളെ ഇനി വെച്ചിട്ട് കാര്യമില്ല, ഇത്രമാത്രം തിന്മയുള്ള രാഷ്ട്രമോ അല്ലെങ്കിൽ ആ നഗരത്തിൽ ഇനി ഭൂമിയിൽ വെച്ചാൽ ഇതിനെ ഞാൻ ശിക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് സ്വർഗത്തിൽ തീയും ഗന്ധവും ഇറക്കി ആ 2 നഗരങ്ങളെ അഗ്നിക്കിരയാക്കി എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കണം. എന്നതുപോലെ ഈ സെക്സ് കൊണ്ട് ലോകം നിറഞ്ഞാൽ നമ്മൾ ഉടൻ പ്രതീക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ആണവ യുദ്ധത്തിന് ലോകം തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു ആണവ യുദ്ധത്തിലൂടെ ദൈവം ഈ ഭൂമിയെ കത്തിക്കുക തന്നെ ചെയ്യും. കാരണം എവിടെ അശുദ്ധിയുണ്ടോ, എവിടെ സാധാന്യ പദ്ധതിയുണ്ടോ
അവിടെ ദൈവം കത്തിക്കത്തിന് അഗ്നി കൊണ്ട് ദൈവം കത്തിക്കും. അല്ല പ്രിയ സുഹൃത്തുക്കളെ, ഈ 25 പ്രസ്താവനകളെ നിങ്ങൾ കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം. കാരണം ഇത് ദൈവിക വെളിപ്പെടുത്തലാണ്, ദൈവത്തിൻ്റെ പദ്ധതികളാണ്, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വിചാരമാണ് ഇത് നിങ്ങളെ അറിയിക്കാനുള്ളത്. അപ്പോൾ അത് ഈ പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കണം. അപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനെല്ലാം ഈ രീതിയിൽ വേർതിരിച്ച് കണ്ടുകൊണ്ട് വിശുദ്ധിയുടെ തലത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിന്നാൽ നിന്നെ സംരക്ഷിക്കുകയും നിന്നെ രക്ഷയും ചെയ്യുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു ആവുന്ന ദൈവം നമുക്കുണ്ട്. ഇല്ലെങ്കിൽ ഇതേ ദൈവം തന്നെ നമ്മളെ ശിക്ഷിക്കുകയല്ല, കത്തിച്ച് കളയാന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും. അതിന് റോമാക്കാരുടെ ലേഖനം 1-ാം അധ്യായം 18-ാം തിരുവചനം മുതലെടുത്ത് വായിച്ചാൽ വ്യക്തമായിട്ട് തന്നെ. റോമാക്കാരുടെ ലേഖനം 1-ാം അധ്യായം 18-ാം തിരുവചനം അവിടുന്ന് കർത്താവാണ് മനുഷ്യൻ ശിക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് വെച്ചാൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. റോമാക്കാരിൽ 1:18, റോമർ 1:18 മനുഷ്യൻ്റെ തിന്മ എന്ന് അതിൻ്റെ അടിസ്ഥാനം തന്നിച്ച് കർത്താവ് പറയുകയാണ്. എന്താണ്? മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അതിൽ കർത്താവ് എഴുതി വെച്ച വചനത്തെപ്പറ്റി നമ്മൾ കണ്ടോ? മനുഷ്യൻ്റെ സകല ദുഷ്ടതയ്ക്കും അനീതിയും വരുന്നത് എവിടുന്നാണ്? വിവാഹബന്ധം തകർക്കുക, വിവാഹത്തെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അതിന് കളങ്കം വരുത്തുക. പിന്നെ ദുഷ്ടതയും ചതിയും അനീതിയാണോ സംഭവിക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ളത് കർത്താവ് പറയാണ്, അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. കോപമല്ല, ക്രോധം എന്താണ്? ആണവ അഗ്നിയാണ്. തീ വരുന്നതിനർത്ഥം, അഗ്നി വരുന്നതിനർത്ഥം അണുബോംബുകൾ വരുന്നു, ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു. ഇന്നേ വരെ ഇല്ലാതിരുന്ന ഒരു ആയുധം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട് വരുന്നു എന്ന് പറയുമ്പോൾ സോദോം ഗോമോറയിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും ഇറങ്ങി, അത് പ്രത്യക്ഷപ്പെടുകയായിരുന്നില്ല. പെട്ടെന്ന് തീയും ഗന്ധവും സോദോം ഗോമോറയിലേക്ക് ഇറങ്ങിയതുപോലെ തന്നെ ഇനി എന്ത് സംഭവിക്കും? ആണവായുധങ്ങളും പ്രത്യക്ഷപ്പെടുന്നു, ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു. അതങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നിഗൂഢാർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പിന്നെ അത് അവിടെ നിങ്ങളിങ്ങോട്ട് മൊത്തം വായിച്ചു കഴിയുമ്പോൾ 18 മുതൽ 32 വരെ വായിക്കുക. 32-ാമത്തെ വചനത്തിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിക്കാവുന്നത്. ഈ ലോകം ഈ രീതിയിൽ അശുദ്ധിയിലൂടെ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് വ്യക്തമാണ്. ബുദ്ധിഹീനനും അവിശ്വസ്തനും ഹൃദയശൂന്യനും കരുണയില്ലാത്തവരുമായി തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അത് തന്നെ ചെയ്യുന്നു. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പം മരണാർഹമായ ശിക്ഷയാണ് ഇതിലുള്ളത് എന്ന് അവർക്കെല്ലാവർക്കും അറിയാം. ഇപ്പം വിവാഹം ഡൈവേഴ്സ് ചെയ്തു പോകുന്നു, അവർക്കറിയാം ഇത് ശിക്ഷ ദൈവത്തിനും മുമ്പിൽ ശരിയല്ല, സമൂഹത്തിനും മുമ്പിൽ ശരിയല്ല, കുടുംബത്തിനും മുമ്പിൽ ശരിയല്ല, സഭയുടെ മുമ്പിൽ ശരിയല്ല എന്നവർക്കറിയാം. പക്ഷേ അത് മരണകാരണമാണെന്ന് അവർക്കറിയാം. എങ്കിലും അവരെന്ത് ചെയ്യുന്നു? ഇത് ഡൈവേഴ്സ് ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വർഗ്ഗഭോഗം ചെയ്യുന്നു, അല്ലെങ്കിൽ അതുമായിട്ടുള്ള അശുദ്ധിയുടെ മേലേക്കൂടെ പോകുന്നു. അപ്പോൾ ഇതിനകത്തെല്ലാം മരണമാണുള്ളതെന്നും ആ മരിക്കുന്ന വ്യക്തികളെ പാതാളത്തിലേക്കാണ് മാറ്റുന്നതെന്നും നിത്യജീവനിലേക്ക് മാറ്റുന്ന സംവിധാനം അല്ല എന്നും അവർക്കറിയാം. എന്നിട്ടും അവർ തിന്മ ചെയ്യുമ്പോൾ അവിടെ നയിക്കുന്നത് പാമ്പിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് അടുത്ത് നിൽക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിരുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിശുദ്ധിയുടെ അളവ് ഇല്ലാതെ വന്നാൽ നമ്മളെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശിക്ഷയെപ്പറ്റി നാളെ നിങ്ങൾക്ക് വേറെ രീതിയിൽ ക്ലാസ് വരും. ഇതിൻ്റെ ബാക്കി 25 പ്രസ്താവന വേറെയുണ്ട്. ഇതിൻ്റെ 25 പ്രസ്താവനയുടെ അല്പം വിശദീകരിച്ച കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അങ്ങനെ 2-3 ക്ലാസ്സുകൾ കൊണ്ട് ഈ സെക്സ് എന്ന വിഷയത്തിൻ്റെ അടിസ്ഥാന ജ്ഞാനത്തിലധിഷ്ഠിതമായ ഘടനാപരമായ ക്ലാസ് നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും വ്യക്തമായിട്ട് ഈ ക്ലാസ്സുകൾ കേട്ട് അനേകം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ആധുനിക ലോകത്തിൻ്റെ വരാനിരിക്കുന്ന വലിയ ചതിയുടെ, വലിയ ഭീകരത തകർച്ചയുടെ, വലിയ പൈശാചി തിന്മയിൽ നിന്നും രക്ഷപ്രാപിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യും. അതിനായി കർത്താവ് ഈശോ നമ്മെ ഇവിടുത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.